സർ, ഇപ്പോ ഇന്നത്തെ കാലത്ത് ഇപ്പൊ നമ്മളെ പോലത്തെ മുസ്ലിം സ്റ്റുഡൻസിന്റെ അടുത്തൊക്കെ ഈ പല ഇന്റർവ്യൂസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഈ ലിബറലിസത്തിനെ പറ്റി കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്തുകൊണ്ട് മതത്തിന് വിശ്വസിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എപ്പോഴും തട്ടിട്ട് കിടക്കുന്നത്, നിങ്ങൾ ഫ്രീഡത്തിന് അവിടെ ഈ മതം ഇല്ലാണ്ടാക്കുന്നല്ലേ. പിന്നെ അത് മാത്രം തന്നെ ഇപ്പൊ നിങ്ങൾ ആണുങ്ങളുടെ മുമ്പിൽ പോകരുത്, അന്യപുരുഷന്മാരുടെ മുമ്പിൽ പോവരുത്, മുമ്പിലിരുന്ന് കണ്ട് നേരിട്ട് സംസാരിക്കരുത് എന്നൊക്കെ പറയുന്നത്. ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്ന് ഒരു കുറെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും ഔട്ടിങ്ങിന് പോകുമ്പൊക്കെ നല്ല അണിഞ്ഞൊരുങ്ങി എൻ്റെ മൊത്തത്തിൽ ഒരു ഇന്റൻഷൻസും ഇല്ല, എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അണിഞ്ഞൊരുങ്ങി കണ്ട് പോയാറ്റ് ആണുങ്ങൾക്ക് ഫീലിങ്സ് വന്നാൽ അത് ഞാനും കൂടി കുറ്റക്കാരാവും. അതിന്റെ റീസൺ എന്ത്? അപ്പം മതം നിന്നെ പിടിച്ച് മുറുക്കല്ലേ, ലൈക്ക് എൻ്റെ ഫ്രീഡം അവിടെ ഇല്ലാണ്ടാക്കല്ലേ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരും. പിന്നെ യു ഓൺലി ലിവ് വൺസ്. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിലൂടെ ഒക്കെ റീൽസ് ഒക്കെ കാണുമ്പോൾ കുറേ ഈ റീൽസ് ഈ ലിബറലിസത്തിനെ പറ്റി ഇങ്ങനെ കുറേ പറഞ്ഞപ്പോൾ നമ്മുടെ ഇടയിൽ ഫുള്ള് ഡൗട്ടായിരിക്കും, ശരിക്കും എന്തിനാ മതം, നമ്മൾ എന്തിനാണ് ഇങ്ങനെ ലൈക്ക് ഫുള്ള് കവേർഡ് ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ പിന്നെ ആണുങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടായി വിചാരിച്ചും കണ്ട് ഞാൻ എങ്ങനെ കുറ്റക്കാരിയാവുന്നത്, ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും. വളരെ നല്ലൊരു ചോദ്യമാണ്. ഈ ഒരു കൺഫ്യൂഷനോട് റിലേറ്റ് ചെയ്യുന്ന വേറൊരു കൺഫ്യൂഷൻ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും ഇതിന്റെ ആൻസറിലേക്ക് വരാം. ഒരു നാട്ടില് ഭയങ്കരമായ ഒരു കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. ഒരു കോളനിയാണ്, ആ കള്ളന്റെ ശല്യം ഉണ്ടായിരുന്നു. ഒരുപാട് വീടുകളുണ്ട്. ആ വീടുകളിൽ ഇടക്കിടക്കേ ഇങ്ങനെ കളവ് നടക്കും. അപ്പോൾ ആ വീട്ടുകാരെല്ലാവരും അല്ലെങ്കിൽ ആ റെസിഡൻസ് അസോസിയേഷനൊക്കെ എന്ത് ചെയ്തു, ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനിച്ചു, കള്ളന്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ടല്ലോ, കള്ളന്റെ ശല്യം ഭയങ്കരമായി ഉള്ളത് കൊണ്ട് നമ്മളെല്ലാവരും ഇനി മുതൽ വീട്ടിൽ CCTV വെക്കണം. നമ്മുടെ ഡോറും ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം, നല്ല അടച്ചുറപ്പുള്ള ലോക്കൊക്കെ വെക്കണം. അതേപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നോക്കണം, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തീരുമാനം എടുക്കുകയാണ്. ആ വീട്ടുകാർ അങ്ങനെ തീരുമാനമെടുത്ത് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്ത് പിരിഞ്ഞു പോകാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. എന്താ കൺഫ്യൂഷൻ? ശരിക്കും ഇവിടെ തെറ്റ് ചെയ്തത് ആരാ? വീട്ടുകാരെല്ലാരും കൂടിയിട്ടാണോ? അല്ല, കള്ളനല്ലേ തെറ്റ് ചെയ്ത്? കള്ളനാണ് തെറ്റ് ചെയ്തത്, കള്ളനാണ് കട്ടത്. കള്ളൻ കട്ടു എന്നുള്ളത് കൊണ്ട് നമ്മളാണോ ലോക്ക് വെക്കേണ്ടത്? നമ്മളാണോ തെറ്റുകാർ? നമ്മളാണോ CCTV വെക്കേണ്ടത്? അതുകൊണ്ട് തെറ്റ് ചെയ്തത് കള്ളനാകുന്നു, അതുകൊണ്ട് കള്ളൻ കക്കാൻ പാടില്ല എന്ന് പറയുന്നു, നമുക്കിതൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതായത് എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ. കള്ളനല്ലേ തെറ്റുകാരൻ, കള്ളൻ നിയന്ത്രിക്കട്ടെ. എന്നിട്ട് നമ്മൾ മിനിറ്റ്സിൽ എഴുതി ഒപ്പിട്ടു, കള്ളൻ നിയന്ത്രിക്കേണ്ടതാകുന്നു, എല്ലാവരും ഒപ്പിട്ടു. പ്രശ്നം കഴിയൂല. ദാറ്റ് മീൻസ് ഇവിടെ പ്രശ്നമുണ്ട്, തെറ്റുകാരുണ്ട് എന്നുള്ളത് കൊണ്ട് ആ തെറ്റിനെ നിയന്ത്രിക്കണം, യാതൊരു സംശയമില്ല. കളവ് തെറ്റാണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തണം, യാതൊരു സംശയമില്ല. എന്ന് വെച്ച് ഒരു സൊസൈറ്റിയുടെ വർക്കിംഗ് മോഡൽ എന്ന് പറയുന്നത് ബോത്ത് പ്രിവെൻഷൻ കൂടി ഉൾക്കൊള്ളുന്ന പ്രിവെൻഷൻ, അതുപോലെ തന്നെ തെറ്റ് സംഭവിച്ചാൽ അത് തടയാന്നുള്ളതും, അത് രണ്ടും അടങ്ങുന്നതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ പറയൂ അല്ലേ. ഒരു കാര്യം നടന്നതിന് ശേഷം പ്രിവെന്റ് ചെയ്യുന്നതിനെ, അത് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുന്നതിനേക്കാളും പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് പറയാം. അപ്പൊ അവിടെ തെറ്റുകാരൻ കള്ളനാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രിക്കോഷൻ സ്വീകരിക്കാതിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. രണ്ടും വേണം എന്നുള്ളതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. അതായത് ഇവിടെ ഇനി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ട്? മതത്തിന് കൃത്യമായ ചില ചട്ടക്കൂടുകളുണ്ട്. മുഖം മുൻകൈ ഒഴിച്ച് ബാക്കിയുള്ളത് മറക്കണം എന്നുള്ളതോ, ഇനി മുഖം മറക്കുകയാണെങ്കിൽ തന്നെ അത് പിന്നെ ആ നിലക്ക് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം എന്നുള്ള നിലക്കൊക്കെ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ എന്തുണ്ട്? കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ മതത്തിന്റെ കാഴ്ചപ്പാട് അത് ശരിയോ തെറ്റോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അതിൽ വരാൻ കാരണം എന്താ വെച്ചാൽ, ഇനി അങ്ങനെ ഇല്ലെങ്കിൽ, വസ്ത്രധാരണത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നോക്കുന്നത് പുരുഷനല്ലേ തെറ്റുകാരൻ എന്നാണ് ചോദ്യം. ഒബ്വിയസ്ലി പുരുഷനാണ് തെറ്റുകാരൻ. അത് ഞാൻ പറയുന്നതല്ല, ഖുർആനാണ് അത് പറഞ്ഞിട്ടുള്ളത്. കാരണം ഹിജാബിന്റെ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയും. ഹിജാബിന്റെ ആയത്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്താ പറയുന്നത്? ഖുലിൽ മുഅ്മിനീന, പുരുഷന്മാരായ സ്ത്രീകളോട്, അല്ല പുരുഷന്മാരായ സ്ത്രീകൾ എന്നല്ല, LGBT-യിലേക്ക് പോയി വിശ്വാസികളായ പുരുഷന്മാരോട് നീ പറയാ എന്ത്? നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തുക. അപ്പൊ ആദ്യം പറഞ്ഞത് വസ്ത്രം ധരിക്കാനല്ല, വസ്ത്രം നന്നായി ധരിക്കാനല്ല, അനാവശ്യമായി നോക്കരുത് എന്നാണ്. അപ്പോ ഒബ്വിയസ്ലി പുരുഷനാണ് പ്രധാന തെറ്റുകാരൻ. ഇനി അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എക്സ്ട്രീമിലേക്ക് പോവാം. ഒരു പെണ്ണിനി ഒന്നുമില്ലാതെ നടന്നു എന്ന് വിചാരിക്കുക, ഒരു നൂല് പോലും ഇല്ലാതെ നടന്നു വിചാരിക്കുക,
എന്നാൽ പോലും ഒരു പുരുഷനെ നോക്കാനോ അവരെന്തെങ്കിലും ചെയ്യാനോ ഉള്ള ന്യായമാണോ അത്? അല്ല. ഒന്നുകൂടാതെ നടന്നാൽ പോലും അത് ന്യായമല്ല, അത് തെറ്റ് തന്നെയാണ്. വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ, ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. പുരുഷൻ തെറ്റുകാരൻ തന്നെയാണ്. എന്നാൽ നമ്മൾ പറയുന്നത് പുരുഷനാണ് പ്രധാന തെറ്റുകാരൻ. എന്നാൽ അതേ സമയത്ത് ഇസ്ലാം ഈ ലിബറൽ ചിന്താഗതിയൊക്കെ പോലെ ഒരു തെറ്റായിട്ട് സംഭവിക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്നുള്ളതല്ല. ഇത് എല്ലാം അറിയുന്ന പടച്ചോനിൽ നിന്നുള്ള ആയതുകൊണ്ട് തന്നെ ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാനുള്ള സാമൂഹ്യ സാഹചര്യവും ഒരു സൊസൈറ്റിയെ ആ രൂപത്തിൽ കൂടി എന്ത് ചെയ്യും, ഇസ്ലാം മാറ്റും. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഈ സ്ത്രീകളുടെ വസ്ത്രധാരണം പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഇസ്ലാമിലെ പിന്നെ ചില ശിക്ഷാ നിയമങ്ങൾ എടുക്കാം. കട്ടാൽ കൈവെട്ടണം. ഇത് ഇസ്ലാമിലെ ശരീഅത്തിലുള്ള ഒരു പിന്നെ നിയമമാണ്. എന്ന് വെച്ചാൽ ചെറിയൊരു പേനയും കടലാസും കട്ടാൽ കൈവെട്ടുന്നല്ല, ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഒരു വലിയൊരു മോഷണം നടന്നാൽ ആ മോഷ്ടാവിന്റെ കൈ വെട്ടുക എന്നുള്ളത് ഇസ്ലാമിലുള്ള ഒരു നിയമമാണ്. ഈ നിയമം എപ്പോഴാണ് നടപ്പിലാക്കുന്നത്, എങ്ങനെയുള്ള സൊസൈറ്റിയിലാണ്? ഒരു ഇസ്ലാമിക് സൊസൈറ്റിയിലാണ്. ഈ ഇസ്ലാമിക് സൊസൈറ്റിന്റെ പ്രത്യേകത എന്താ? കക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സൊസൈറ്റി ആയിരിക്കും അത്. ശരിക്കും മനസ്സിലാക്കണേ, കക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സൊസൈറ്റി ആയിരിക്കും. എങ്ങനെ? കക്കാനുള്ള പ്രധാന സാഹചര്യം എന്താ? പോവർട്ടി അല്ലെ? പിന്നെ ഒരു സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, ദാരിദ്ര്യം, ഇതൊക്കെയാണ് കക്കാൻ പല ആളുകളെയും പ്രേരിപ്പിക്കുന്നത്. ഇസ്ലാമിക് സൊസൈറ്റി നല്ല ഐഡിയൽ ആയിട്ട് നടക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, ഈ പറഞ്ഞ പോവർട്ടി ഉണ്ടാവില്ല. കാരണം എന്താ? ഒന്നാമത് നിർബന്ധിതമായി എല്ലാവരും 2.5 എന്ത് ചെയ്യണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഖലീഫമാരുടെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലേക്ക് പോവർട്ടി ഇല്ലാതായത്. അപ്പോൾ പോവർട്ടി ഇല്ലാതാക്കി അതിന്റെ കൂടെ പിന്നെ എക്സ്ട്രാ ആയിട്ട് ഈ പറഞ്ഞ ദാനങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ എല്ലാ നിലക്കും ഈ ദാരിദ്ര്യമില്ലാത്ത, കക്കാൻ സാഹചര്യമില്ലാത്തൊരു സൊസൈറ്റി ഉണ്ടാക്കി. എന്നിട്ടാണ് പറയുന്നത്, എന്നിട്ടും നിങ്ങൾ കട്ടാൽ നിങ്ങളെ കൈവെട്ടുന്നു. ഇതേപോലെയാണ് ഈ നമ്മൾ ഇസ്ലാമിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമാണ് അല്ലെ? എറിയുക, കല്ലെറിയുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഗൗരവത്തിലാണ് വ്യഭിചാരത്തിന് ഇസ്ലാം കണ്ടത്. എന്തുകൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ കണ്ടത്? ഇസ്ലാമിക് സൊസൈറ്റി തന്നെ വ്യഭിചാരം നടക്കാൻ പറ്റാത്ത ഒരു രൂപത്തിലാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഈ ഒരു പുരുഷൻ അവനെ ഇനി പിന്നെ അനാവശ്യമായ തോട്ടുകളിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ അത് നോക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവില്ല, നഗ്നത കാണാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ തിന്മകളിലേക്ക് പോകാനുള്ള സാഹചര്യം തന്നെ ഇല്ലാത്തൊരു സൊസൈറ്റിയാണ് ആദ്യ ഇസ്ലാം ഉണ്ടാക്കിയത്. അങ്ങനെ വ്യഭിചാരത്തിലേക്കോ അവീത ബന്ധങ്ങളിലേക്കോ ഒന്നും പോകാൻ സാഹചര്യം ഇല്ലാത്തൊരു സൊസൈറ്റി ഉണ്ടാക്കിയതിന് ശേഷം ഇസ്ലാം പറഞ്ഞു, ഇനി നിങ്ങൾ വ്യഭിചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ശിക്ഷ കിട്ടുട്ടോന്ന്. നേരത്തെ കളവിന്റെ കാര്യം പറഞ്ഞ പോലെ. അപ്പം ഇസ്ലാം ജസ്റ്റ് കുറെ തിന്മകൾ, ഇത് ഹറാമാകുന്നു അത് ചെയ്യാതിരിക്കുക, ഇത് ഹലാലാകുന്നു അത് ചെയ്യുക, അങ്ങനെയല്ല. ഹറാമിലേക്കുള്ള പ്രോസസ്സ് പോലും ഇസ്ലാം ഇല്ലാതാക്കും. നിങ്ങൾ ഖുറാനിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഹദീസുകളിൽ നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല ഇസ്ലാമിലുള്ളത്. വലാ തഖറബു സിന അല്ലെ, വലാ തഖറബു സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നാണ്. വ്യഭിചാരത്തിലേക്കുള്ള വഴികൾ പോലും ഇസ്ലാം ഇല്ലാതാക്കി. അപ്പൊ ആ വഴികളിൽ എന്താണ്, എങ്ങനെയാ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇന്ന് വ്യഭിചരിച്ച് കളയാം എന്നങ്ങനെ തോന്നുകയാണ് ചെയ്യാം? വ്യഭിചാരത്തിനൊരു സ്റ്റെപ്പ് ഉണ്ട്. എന്താ സ്റ്റെപ്പ്? ഒരു പുരുഷന്റെ സൈക്കോളജിയിൽ എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു നോട്ടം ഉണ്ടാകുന്നു. ആ നോട്ടത്തിനെ തുടർന്ന് ചിന്തകൾ ഉണ്ടാകുന്നു. ആ ചിന്തകളെ തുടർന്ന് എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റുകൾ ഉണ്ടാകുന്നു. ആ കോണ്ടാക്റ്റുകളെ തുടർന്ന് അവസാനം ബന്ധത്തിലേക്ക് എത്തിപ്പെടുന്നു. ഇതാണ് ആ പ്രോസസ്. ഇസ്ലാം ഒന്നാമത്തെ പ്രോസസ്സിനായിട്ട് കട്ട് ചെയ്തു. അനാവശ്യമായിട്ട് നോക്കാനും പാടില്ല, നോക്കാൻ പറ്റിയ രൂപത്തിൽ ഇവിടെ വസ്ത്രം ധരിക്കാനും പാടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അള്ളാഹുവിൽ നിന്നുള്ളതായതുകൊണ്ട് സ്ത്രീക്കും പുരുഷനും നല്ല രൂപത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ ഒരു സൊസൈറ്റി ഇസ്ലാം ഉണ്ടാക്കി തരും. അതിനു വേണ്ട നിയമങ്ങളാണ് ഇതെല്ലാം. ഇതിൽ രണ്ടാമത്തെ ഒരു ഭാഗം എന്താ വെച്ചാൽ, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് കോൺഫിഡൻസിന് വേണ്ടിയ കഥക്കെ ആയിക്കൂടെ? തീർച്ചയായും. നല്ല വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച്, വസ്ത്രം കുറയുന്നതിനെ കുറിച്ചാണ് പ്രശ്നം. പക്ഷേ നമ്മളെ കൊണ്ട് പല ആൾക്കാർ നേരത്തെ പറഞ്ഞ സിനിമകളിലും റീലുകളിലും കൊണ്ടൊക്കെ ചിന്തിപ്പിക്കുകയാണെന്ത്, നമ്മുടെ ശരീരം പരമാവധി പുറത്ത് കാണുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് കൂടുക, നമ്മളെ കാണാൻ ഭംഗി ഉണ്ടാവുക എന്ന് പല ആൾക്കാരും നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. അവിടെ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്, ചിലപ്പോൾ നമ്മളൊക്കെ തോന്നുന്നത് വെച്ചാൽ ഈ ഇസ്ലാം നമ്മളെ വല്ലാതെ റെസ്ട്രിക്ട് ചെയ്യുന്നു, ഈ ഇങ്ങനെയൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ലിബറലായി നടന്നാൽ കുറച്ചുകൂടി രസമാണെന്നാണ്. പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എന്താ അറിയോ? ഇവിടെയുള്ള പുരുഷന്മാർക്ക് എന്താ വേണ്ടത്? ഇവിടെയുള്ള അനാവശ്യമായ നോട്ടങ്ങൾ നോക്കുന്ന ഗോവിന്ദചാമി മെന്റാലിറ്റിയുള്ള പുരുഷന്മാർക്ക് എന്താ വേണ്ടത്? സ്ത്രീയുടെ സൗന്ദര്യം പരമാവധി ആസ്വദിക്കണം, അവരുടെ ശരീരം പരമാവധി കാണണം. ഇത് പ്രത്യേകിച്ചും സ്ത്രീകൾ മാത്രമുള്ള ഒരു വേദിയിൽ ഞാൻ അങ്ങനെ തന്നെ പറയാണ്, ഒരു പുരുഷന്റെ മനസ്സ് ആ നിരക്ക് രോഗമുള്ള മനസ്സ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള അനാവശ്യ ചിന്തകളുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആഗ്രഹം
സ്ത്രീയുടെ ശരീരമോ സൗന്ദര്യമോ പരമാവധി ആസ്വദിക്കാൻ എനിക്ക് ആക്സസിബിൾ ആകണം എന്നാണ്. അവിടെ ശരിക്കുമുള്ള ലിബറേഷൻ എന്താ? ഈ പുരുഷന്മാര്, ഈ ചങ്ങായിമാർക്ക് എന്റെ ശരീരം കാണാനാണ് ആഗ്രഹം, ഇന്നതിന് കിട്ടൂല എന്ന് പറയലാണ് ശരിക്കും ലിബറേഷൻ അല്ലെ? എന്നെ അതിന് കിട്ടില്ല, എന്റെ ശരീരം നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ള ഒരു ഒബ്ജക്റ്റ് അല്ല എന്ന് പറയലാണ് ലിബറേഷൻ. അപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കാൻ, ഈ പുരുഷനെ ഇങ്ങനെ കണ്ട് അവൻ ആസ്വദിച്ച് അവനൊരു ഒരു 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 തരത്തിൽ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു വാല്യൂ വരിക എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുകയാണ്. അവിടെ ആ തോന്നൽ മാറ്റി ആ ചങ്ങായിമാരെന്തു പറയുന്നു, അവന്റെ കമന്റടി എന്താണ്, അവന്റെ കണ്ണിൽ എനിക്ക് പിന്നെന്താ പറയുക സൗന്ദര്യമുണ്ട്, ഓളെ അടിപൊളിയാണ് കേട്ടോ, ഓളെ ചരക്കാണ് കേട്ടോ എന്നുള്ള ഒരു സൈൻ ഉണ്ട്, സിഗ്നേഷൻ ഉണ്ട് എന്നുള്ളതല്ല നമ്മുടെ ഒരു വാല്യൂ നിശ്ചയിക്കേണ്ടത്. നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് സ്ത്രീകളും മനുഷ്യരാണ്. ആ മനുഷ്യൻ എന്ന നിലക്ക് ഞാനാകുന്ന സ്ത്രീയുടെ വാല്യൂ ഏതെങ്കിലും ഒരു പുരുഷൻ നോക്കി കമന്റ് അടിക്കുന്നതിലൂടെയല്ല, അല്ലെങ്കിൽ എൻ്റെ മുഖത്തിൻ്റെയോ എൻ്റെ ശരീരത്തിൻ്റെയോ കളർ വെച്ചിട്ടല്ല എനിക്ക് വാല്യൂ കൊടുക്കേണ്ടത്, മറിച്ച് ഞാനാകുന്ന വ്യക്തിക്കായിരിക്കണം, എൻ്റെ വ്യക്തിത്വത്തിനായിരിക്കണം മാർക്കിടേണ്ടത്. അപ്പൊ ഇത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. ആ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കറുത്തു പോയോ, അല്ലെങ്കിൽ ഓൻ കറുത്തെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിനെ ഓന് മൂടിപ്പൊതിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെ പറഞ്ഞോ നമ്മളെ ബാധിക്കൂല. കാരണം വി ആർ ലിബറേറ്റഡ്. ആൾക്കാർ എന്തു പറയുന്നത് നമുക്കൊരു വിഷയമല്ല. എനിക്കൊരു വാല്യൂ ഉണ്ട്, കാരണം ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാനാകുന്ന വ്യക്തിക്കൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ സ്വയം നമ്മൾ നിശ്ചയിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ മുമ്പിൽ പോയിട്ട് പ്രദർശിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യാൻ ഡ്രസ്സ് ചെയ്തിട്ടോ നമുക്ക് നടക്കേണ്ടി വരില്ല. നമ്മുടെ ഡ്രസ്സിങ് നമ്മുടേതായ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇസ്ലാമികമായ അതിർവരമ്പുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പരമാവധി നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്ന ഡ്രസ്സ് ധരിക്കാം. പക്ഷെ അതൊരിക്കലും സൊസൈറ്റിയുടെ അപ്രൂവലിന് വേണ്ടി ആവരുത്. ഈ പറഞ്ഞ ഗോവിന്ദചാമി മെന്റാലിറ്റി ഉള്ള ആൾക്കാരുടെ കമന്റ് അടികൾക്ക് വേണ്ടി ആവരുത്. നമുക്കൊരു വാല്യൂ ഉണ്ട്, അത് മറ്റുള്ളവരുടെ ഈ പറഞ്ഞ അപ്രൂവൽ വെച്ചിട്ടല്ല, നമ്മുടെ ഇൻഹറന്റ് ആയ വാല്യൂ വെച്ചാണ് എന്ന് നമ്മൾ നിശ്ചയിക്കാം. Next question.